നമസ്കാരം. നമ്മൾ പല രാമായണം കണ്ടു, പല രാമായണ കഥകൾ കേട്ടു. ഇന്ന് നമ്മുടെ തൊട്ടടുത്ത് പ്രചരിക്കുന്ന, നമ്മുടെ നാട്ടിലും പ്രചരിക്കുന്ന, ഭാരതത്തിലെമ്പാടും പ്രചരിക്കുന്ന, ഭാരതത്തിന് വെളിയിലും ഏറെ പ്രചാരമുള്ള ഒരു രാമായണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കമ്പരുടെ രാമായണം, കമ്പരാമായണം അഥവാ രാമാവതാരം എന്ന രാമായണം വളരെ പ്രസിദ്ധമായ രാമായണമാണ്. പണ്ടൊക്കെ വ്യത്യസ്തമായ ഒരു രാമായണ കഥ കേൾക്കുമ്പോൾ നമ്മൾ പറയും ഇത് കമ്പരാമായണത്തിലെ കഥയാണ്. നമുക്കറിയില്ല എങ്കിലും നമ്മൾ പറയും ഇത് കമ്പരാമായണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് കമ്പരാമായണത്തിലെ കഥയാണ് എന്ന് പറയും. ചോളരാജാവിൻ്റെ സദസ്സിലെ കവിയായിരുന്നു കമ്പർ. അദ്ദേഹത്തിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന കാവ്യരചന നടത്തിയിരുന്ന ഒരു കവിയായിരുന്നു കൂത്തർ, ഒറ്റക്കൂത്തർ. ഈ രണ്ട് കവികളോടും ഒരു ദിവസം മഹാരാജാവ് തോൽപ്പാവക്കൂത്തിന് വേണ്ടി രാമായണം കഥ ചമയ്ക്കാൻ ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ രണ്ടുപേരും കൂടി എഴുതാൻ ആരംഭിച്ചു. സേതുബന്ധനം വരെ കൂത്തർ, ഒറ്റക്കൂത്തർ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒറ്റക്കൂത്തർ എഴുതും. ബാക്കി യുദ്ധം മുതലുള്ള ഭാഗം കമ്പർ എഴുതും. ഇതാണ് രാജാവ് കൊടുത്ത നിർദ്ദേശം. രണ്ടുപേരും എഴുതി. കൂത്തർ തനിക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് രചന പൂർത്തിയാക്കി രാജാവിനെ പാടി കേൾപ്പിച്ചു. കമ്പരോട് ചോദിച്ചു, എഴുതിയോ? കമ്പർ ഒരു വരി പോലും എഴുതിയിരുന്നില്ല. എന്നാൽ തൻ്റെ ഉള്ളിൽ നിന്നും രാമകഥ കമ്പർ മഹാരാജാവിനെ പറഞ്ഞു കേൾപ്പിച്ചു കുറച്ച് വരികൾ. രാജാവിന് ഇഷ്ടമായി. ഇത് എഴുതണം, പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞൊരു ദിവസവും കൊടുത്തു. ആ ദിവസവും കമ്പർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നും, പക്ഷേ ആ ദിവസം രാജാവിന് കവിത ചൊല്ലിക്കേൾപ്പിക്കേണ്ട, കാവ്യം ചൊല്ലിക്കേൾപ്പിക്കേണ്ട ദിവസം സരസ്വതി ദേവി ഇത് എഴുതി പൂർത്തിയാക്കി കമ്പർക്ക് നൽകിയെന്നും, കമ്പർ അത് മഹാരാജാവിനെ ചൊല്ലിക്കേൾപ്പിച്ചപ്പോൾ രാജാവിന് ഭയങ്കരമായ സന്തോഷമായി എന്നൊക്കെയാണ് കഥ. ഇവിടെ കമ്പർ സ്വന്തമായിട്ട് രചിച്ച രാമായണം കഥ സരസ്വതി ദേവി എഴുതിയതാണ് എന്നൊരു ആരോപണം. അതായത് പണ്ടൊക്കെ ഒരു മനുഷ്യൻ അമൂല്യമായ ഒരു എന്തെങ്കിലും ചമച്ചാൽ, കാവ്യമാകട്ടെ എന്തെങ്കിലും ചെയ്താൽ അതിനൊക്കെ ഒരു ദൈവിക പരിവേഷം കൊടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. നമ്മുടെ കവികൾക്കും പലരും അങ്ങനെ, കാളിദാസൻ്റെ കഥയായാലും വാൽമീകിയുടെ കഥയായാലും, എന്തിന് എഴുത്തച്ഛൻ്റെ കഥയിൽ പോലും ഒരു ബ്രാഹ്മണ്യത്തിൻ്റെയോ ദൈവികതയുടെയോ ഒക്കെ രീതികൾ ആരോപിക്കുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു രീതിയാണ്. ഏതായാലും കമ്പരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. കുറച്ചുകൂടി കടന്നു ചിന്തിച്ചാൽ ഈ കമ്പർ മഹാദേവൻ്റെ അവതാരമാണെന്നാണ് തമിഴ്നാട്ടുകാരുടെ വിശ്വാസം. അതായത് ഈ രാമായണം കഥയിൽ ഹനുമാൻ ലങ്കയിലെത്തുമ്പോൾ ഹനുമാനെ തടയാൻ ലങ്കാലക്ഷ്മി വരുന്നുണ്ടല്ലോ. ഈ സമയം ലങ്കാലക്ഷ്മിയെ ഇടം കൈ കൊണ്ട് ഹനുമാൻ അടിക്കും. ഇത് ഹനുമാനാണെന്ന് ബോധ്യമായ ലങ്കാലക്ഷ്മി ലങ്ക ഉപേക്ഷിച്ച് പോകും. ലങ്ക രാമരാവണ യുദ്ധത്തിൽ നശിക്കും. ഈ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ലങ്കാലക്ഷ്മി മടങ്ങി വന്ന് മഹാദേവനോട് പറയും, ലങ്കയിൽ ഇത്രയും നാൾ കാവൽ ജോലിക്കായി ഞാൻ നിന്നുവെങ്കിലും എനിക്ക് രാമരാവണ യുദ്ധം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല, അത് അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ മഹാദേവൻ പറയും, നീ ദ്രാവിഡ ദേശത്ത് തമിഴകത്ത് വസിക്കണം. ഞാൻ തമിഴകത്തൊരു കവിയായി ജനിച്ച് രാമകഥ കാണിക്കുന്ന തോൽപ്പാവക്കൂത്തിൻ്റെ വിധത്തിൽ ആടാൻ തക്ക രീതിയിൽ പാടും, അല്ലെങ്കിൽ പറയും, എഴുതും. അത് കാണുമ്പോൾ രാമരാവണ യുദ്ധമല്ലയോ ലങ്കാലക്ഷ്മി നിനക്ക് കാണാമെന്ന് പറയുകയും അങ്ങനെ മഹാദേവനാണ് കമ്പരായിട്ട് അവതരിച്ചത് എന്നൊരു കഥയും പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ എന്തെങ്കിലും മനോജ്ഞമായിട്ടുള്ള കാര്യങ്ങൾ, അപാരമായിട്ടുള്ള കാര്യങ്ങൾ, അഭൗമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിലൊരു ദൈവികത നമ്മൾ ആരോപിക്കും. അത് നമുക്കിഷ്ടമാണ്. കമ്പരാമായണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതിൻ്റെ ഭംഗി, ഭാവം, രൂപഭദ്രത, വരികളുടെ ഘടന, നാടകീയത, ഇതെല്ലാം കൊണ്ട് ഏറെ ഹൃദ്യമാണ് ഈ കവിത എന്ന് പറയുന്നത്. പിന്നെ ഈ രഹസ്യതലത്തിലാണ് ഇത് പറയുന്നത്. ഒന്നാം ഭാഗത്തിൽ ഈ ഹനുമാൻ ലങ്കയിലെത്തുമ്പോൾ തമിഴുണ്ട്, അതിൻ്റെ മലയാളം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്. അത് കമ്പരാമായണത്തിൽ ഇങ്ങനെയാണത്: അഞ്ചിലൊന്നിൻ മകൻ അഞ്ചിലൊന്നും കിടന്ന് അഞ്ചിലൊന്നിൻ മകൾ തന്നെ തിരഞ്ഞു, അഞ്ചിലൊന്നിൻ മുകൾ മുട്ടിയ പത്തനം അഞ്ചിലൊന്നിൻ ഇരയാക്കി പോൽ അഞ്ചസ. ഇത് കമ്പരാമായണത്തിലെ വരികളുടെ മലയാളമാണ്. എത്ര രഹസ്യമായിട്ടാണ് അഞ്ചിലൊന്നിൻ മകൻ, 5 പഞ്ചഭൂതങ്ങളിൽ അഞ്ചിലൊന്നിൻ്റെ മകൻ വായുവിൻ്റെ മകനായ ഹനുമാൻ അഞ്ചിലൊന്നും കടന്ന് ജലം, സമുദ്രവും കടന്ന് അഞ്ചിലൊന്നിൻ മകൾ തന്നെ തിരഞ്ഞു, ഭൂമിയുടെ മകളായ സീതയെ തിരഞ്ഞു. അഞ്ചിലൊന്നിൻ മുകൾ മുട്ടിയ പത്തനം, 5 പഞ്ചഭൂതങ്ങളിൽ അടുത്തത് ആകാശം മുട്ടി നിൽക്കുന്ന പത്തനം, കൊട്ടാരം ലങ്ക. അഞ്ചിലൊന്നിൻ ഇരയാക്കി പോൽ അഞ്ചസ, 5-1 ഇരയാക്കി, അഗ്നിക്ക് ഇരയാക്കി. ഇങ്ങനെയൊക്കെ രഹസ്യമായ വിധത്തിൽ അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലാണ് ഈ കമ്പരാമായണം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഈ രാവണനെ നായകനാക്കിയാണ് കമ്പരാമായണം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. വാൽമീകിയുടെ രാമായണത്തിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് കമ്പർ ഈ രാമായണം അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വതന്ത്രമായ പല രചനാ സങ്കേതങ്ങളും പല രചനാ രീതികളും അദ്ദേഹം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ രാവണനെ നമ്മൾ കമ്പർ നായകനാക്കി അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യ ഭാഗത്ത് പൂർവ്വകാണ്ഡത്തിൽ രാക്ഷസന്മാരുടെ ഉത്ഭവത്തിനെക്കുറിച്ചാണ് പറയുന്നത്. വിശ്രവസിൻ്റെ ആശ്രമത്തിൻ്റെ പരിസര പ്രദേശത്ത് കൈകസി തൻ്റെ മക്കളുമായിട്ട്, രാവണൻ
കുംഭകർണൻ, വിഭീഷണൻ, അതുപോലെ തന്നെ ശൂർപ്പണഖയുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആകാശത്തിലൂടെ പുഷ്പക വിമാനത്തിൽ വൈശ്രവണൻ കുബേരൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ രാവണൻ അത്ഭുതമാണ്. അതെന്താണ്? അപ്പോൾ കൈകച്ചി പറഞ്ഞു കൊടുക്കും, അത് നിന്റെ ജ്യേഷ്ഠനാണ്, നിന്റെ അച്ഛൻ്റെ മറ്റൊരു മകനാണ് വൈശ്രവണൻ. നമുക്ക് അവകാശപ്പെട്ട രാജ്യമാണ് അയാൾ ഭരിക്കുന്നത്. കടലിൻ്റെ മധ്യത്തിൽ നമുക്കൊരു സാമ്രാജ്യമുണ്ട്, അത് ആണ് ഈ കുബേരൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാവണൻ്റെ മനസ്സിലേക്ക് ഒരു എന്താ പറയുക, നമ്മളെന്ന് പറയും പോലെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനം നൽകുകയാണ്. രാവണൻ ഇത് കേൾക്കുമ്പോൾ തനിക്ക് അവകാശപ്പെട്ട രാജ്യം ഭരിക്കുന്ന ഒരാൾ ഇതെങ്ങനെയും കീഴടക്കണമെന്ന് തോന്നുകയും ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി വരം വാങ്ങി കുബേരനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു ഈ കഥ. അപ്പം നമുക്ക് അവിടെ ഒരു രാവണനെ ഒരു എന്താ പറയുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു നായകൻ്റെ പരിവേഷം ആദ്യം മുതൽ നമ്മൾ കാണുകയാണ്. ബാക്കിയൊക്കെ ഈ വാൽമീകി രാമായണത്തിന് തന്നെയാണ് പലപ്പോഴും എന്നല്ല കമ്പരും പിന്തുടരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂത്തരും കമ്പരും ചേർന്നാണോ രാമായണം എഴുതുന്നത് ചോദിച്ചാൽ അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നുമില്ല. കാരണം ഈ രാമായണത്തിൽ പല കാണ്ഡങ്ങൾ 8 കാണ്ഡങ്ങളുണ്ട് കമ്പരുടെ രാമായണത്തിൽ. പൂർവകാന്ഡം, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം. മഹാരാജാവ് ഏതായാലും കമ്പനോട് രചിക്കാൻ ആവശ്യപ്പെട്ടത് യുദ്ധകാന്ഡം മുതലുള്ള കാവ്യഭാഗമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കമ്പരാമായണം നമ്മൾ മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലൊക്കെ ചില വർണ്ണനാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരാൾ തന്നെ എഴുതിയതാണ് എന്ന് പലരും സമ്മതിക്കുന്നുണ്ട്. ചിലർ പറയുന്നു അങ്ങനെയല്ല, ചില കാവ്യഭാഗങ്ങളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഈ ആരോപണത്തിന് കാരണം. അതിപ്പോൾ നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണമായാലും വാൽമീകി രാമായണമായാലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഉത്തരരാമായണം എഴുത്തച്ഛൻ എഴുതിയതല്ല, വാൽമീകി രാമായണത്തിൽ ബാലകാന്ഡവും ഉത്തരകാന്ഡവും ഒന്നും വാൽമീകിയുടേതല്ല എന്നൊക്കെ പല ആരോപണങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് പലപ്പോഴും പല കാവ്യങ്ങളിലും പണ്ട് കാലത്ത് പ്രചരിക്കപ്പെടുന്ന പല കാവ്യങ്ങളിലും പിന്നീട് വരുന്നവരുടെ കൂട്ടിച്ചേർക്കലുകൾ കഥ പറയുമ്പോൾ ഇത് ആ കൃതിയിലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പറയുന്നു. അത് കേൾക്കുന്ന വേറൊരാൾ പിന്നീട് ആ കഥ പറയുമ്പോൾ ഇതും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു, അത് രാമായണത്തിലുള്ളതാണ്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാമായണത്തിൽ പറയുന്നതാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ് അതിലുള്ളത്. ഏതായാലും കമ്പർ എന്ന് പറയുന്ന കവിയുടെ രാമായണം, രാമ അവതാരം എന്ന് പേര് കൊടുത്തിരിക്കുന്ന ആ തമിഴ് കാവ്യം ഏറെ ശ്രദ്ധേയമാണ്. രാമായണങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ലളിത സുന്ദര ഭാവസാന്ദ്രവും രൂപഭദ്രതയും നാടകീയതയും തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഒത്തിണങ്ങിയ ഒരു കൃതിയാണ്. ഇന്നും തമിഴ്നാട്ടിൽ അവരേറെ ആരാധിക്കുന്ന ഒരു രാമായണമാണ്. ശ്രീരംഗം ക്ഷേത്രത്തിലാണ്, തമിഴ്നാട്ടിൽ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ശ്രീരംഗം. ഈ ക്ഷേത്രം പല മതവിഭാഗക്കാരുടെയും കയ്യിലായിരുന്നു. ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും അതുപോലെ തന്നെ ശൈവ വൈഷ്ണവ ശക്തികളുടെയും ഹിന്ദു മതക്കാരുടെയും ഒക്കെ കയ്യിലേക്ക് മാറി മാറി വന്നുകൊണ്ടിരുന്ന ഈ ശ്രീരംഗം ക്ഷേത്രത്തിലാണ് കമ്പർ ആദ്യമായിട്ട് ഈ തൻ്റെ രാമായണം പാരായണം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും തമിഴിൻ്റെ മഹാകവിയായ കമ്പരെ മഹാദേവൻ്റെ അവതാരമായിട്ടും ഒക്കെ നമ്മൾ കൽപ്പിക്കുന്നു. അത് ആ കാവ്യത്തിൻ്റെ ഗുണം കൊണ്ടുകൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഏതായാലും ഇനി ഇതിൻ്റെ കഥയും മറ്റുമൊക്കെ ഒരുപാടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തുക. പല കാണ്ഡങ്ങളായിട്ട് രസകരമായ വർണ്ണനയിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. ദശരഥൻ്റെ കഥയായാലും രാമൻ്റെ കഥയായാലും ഇങ്ങനെ ഓരോ കഥയൊക്കെ നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ കേൾക്കുന്നതിനേക്കാൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് തോന്നും. വലിയ വ്യത്യാസങ്ങളില്ല എന്നും പറയാം. ഏതായാലും നിങ്ങളിത് കണ്ടെത്തി ഒന്ന് പരിശോധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റൊരു രാമായണ വിശേഷവുമായിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.